നമസ്കാരം. CMS വാർത്തകളിലേക്ക് സ്വാഗതം. ദേശീയ റാങ്കിങ്ങിൽ CMSന് മികച്ച നേട്ടം. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ കോട്ടയം CMS കോളേജും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് പട്ടികയിൽ 93-ാം സ്ഥാനം കരസ്ഥമാക്കിയാണ് CMS മുൻനിരയിലെത്തിയത്. പാഠ്യേതര മേഖലയിൽ മികവ് പുലർത്തിയാണ് കോളേജ് ഈ നേട്ടം സ്വന്തമാക്കിയത്. ടീച്ചിംഗ്, ലേണിംഗ് ആൻഡ് റിസോഴ്സസ്, റിസർച്ച് ആൻഡ് പ്രൊഫഷണൽ പ്രാക്ടീസ്, ഗ്രാജുവേഷൻ ഔട്ട്കംസ്, ഔട്ട്റീച്ച് ആൻഡ് ഇൻക്ലൂസിവിറ്റി, പെർസെപ്ഷൻ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് റാങ്ക് പട്ടിക തയ്യാറാക്കിയത്. വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരുന്ന സ്കോളർഷിപ്പുകൾ, വിദ്യാർത്ഥികളുടെ തൊഴിലവസരങ്ങൾ മുതൽ കണ്ട് രൂപീകരിച്ചിരുന്ന പ്ലേസ്മെന്റ് സെല്ലിന്റെ പ്രവർത്തനം, ഗവേഷണ മികവ്, പഠന മികവ്, അധ്യാപകരുടെ യോഗ്യത ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾ റാങ്കിങ്ങിൽ CMSന് മികവേകി. ക്യാമ്പസ് ഉണർന്നു, പഠനം ഓൺലൈനിൽ നിന്ന് ക്ലാസ് മുറിയിൽ. കോവിഡ് മഹാമാരിയുടെ ദുരിതകാലത്തിനു വിട പറഞ്ഞ് 1.5 വർഷത്തെ ഇടവേളയ്ക്കു ശേഷം കോളേജ് വീണ്ടും തുറന്നു. 3-ാം വർഷ ബിരുദ ക്ലാസുകളും 2-ാം വർഷ ബിരുദാനന്തര ബിരുദ ക്ലാസുകളുമാണ് ഒക്ടോബർ 4-ന് ആരംഭിച്ചത്. 2020 മാർച്ചിൽ പൂർണ്ണമായും അടച്ച കോളേജ് പരീക്ഷകൾക്ക് വേണ്ടി മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചത്. ഓൺലൈൻ ക്ലാസുകളുടെ പരിമിതിയിൽ കോളേജ് തുറന്നത് വിദ്യാർത്ഥികൾക്ക് സന്തോഷം പകർന്നു. കോട്ടയം നഗരത്തിലെ വൃക്ഷവിവരങ്ങൾ ഇനി QR കോഡിൽ. CMS കോളേജ് ക്യാമ്പസിൽ മരങ്ങളെക്കുറിച്ചറിയാൻ ഏർപ്പെടുത്തിയ QR കോഡ് സംവിധാനം കോട്ടയം നഗരപ്രദേശത്തേക്കും വ്യാപിപ്പിച്ചു. കോട്ടയം നഗരസഭാ പാർക്കിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പാർക്കിലെ മരങ്ങളിൽ QR കോഡ് ചേർത്ത ബോർഡുകൾ സ്ഥാപിച്ചു. ബോർഡിലെ കോഡ് സ്കാൻ ചെയ്താൽ വൃക്ഷത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. കോട്ടയം സാമൂഹിക വനവൽക്കരണ വിഭാഗവും CMS കോളേജും കോട്ടയം നഗരസഭയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. മരങ്ങളെ സംബന്ധിച്ച് സമഗ്ര അവബോധം ജനങ്ങളിൽ വളർത്താൻ QR കോഡ് സംവിധാനം സഹായകമാകും. മന്ത്രി VN വാസവൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ, വൈസ് ചെയർമാൻ B ഗോപകുമാർ, കൗൺസിലർ GB ജോൺ, അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ G പ്രസാദ്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് ജോഷുവ, കോളേജ് ബർസാർ ഫാദർ ചെറിയാൻ തോമസ്, അധ്യാപകർ, NSS പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ബിഷപ്പ് മലയിൽ സാബു കോശി ചെറിയാൻ UN യോഗത്തിൽ പ്രസംഗിച്ചു. CSI മധ്യകേരള മഹാ ഇടവക ബിഷപ്പും CMS കോളേജ് മാനേജറുമായ റൈറ്റ് റെവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ UN യോഗത്തിൽ പ്രസംഗിച്ചു. ഐക്യരാഷ്ട്രസഭ സംഘടനയുടെ ഭക്ഷ്യ സംസ്കാരം സംബന്ധിച്ച ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഇന്റർഫെയ്ത്ത് ഡയലോഗിലാണ് പങ്കെടുത്തത്. കാർഷിക മേഖലയിൽ ഊന്നിയുള്ള പ്രഭാഷണത്തിൽ കീടനാശിനിരഹിത ജൈവഭക്ഷണം കഴിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിശദീകരിച്ചു. ജൈവ കൃഷി പരിചയപ്പെടുത്തി കോളേജ് പ്രിൻസിപ്പൽ. റിവൈൽഡ് പ്രൊജക്ടിന്റെ ഭാഗമായി നടത്തിവരുന്ന ജൈവ കൃഷി രീതികളെ പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് ജോഷുവ യൂട്യൂബ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി. പാരമ്പര്യ ജൈവ കൃഷിയെ മെച്ചപ്പെട്ട രീതിയിൽ വിപുലമാക്കുന്നതോടൊപ്പം കർഷകരോടുള്ള ആദരവും ബഹുമാനവും കോളേജ് ജൈവ കൃഷിയിലൂടെ വ്യക്തമാക്കുന്നു. പ്രകൃതിയുമായി സമരസപ്പെട്ടുകൊണ്ട് മണ്ണും ജലവും ഭൂമിയും ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുന്നതിനോടൊപ്പം മനുഷ്യന്റെ ആരോഗ്യവും കാത്തുസൂക്ഷിക്കുക എന്നതാണ് ജൈവ കൃഷി പ്രചരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം. മഹാത്മാഗാന്ധി സർവകലാശാല നടത്തിവരുന്ന ആഡ് ഓൺ കോഴ്സിന്റെ ഭാഗമായ ജൈവ കൃഷി വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുകയും അതുവഴി സമൂഹത്തിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുകയുമാണ് കോളേജിന്റെ ലക്ഷ്യം. ഡയലക്ടോസ് 4-ാം അധ്യായം സംപ്രേഷണം ചെയ്തു. ഡയലക്ടോസ് കോൺവെർസേഷൻ വിത്ത് ഗ്രേറ്റ് മൈൻഡ്സ് അഭിമുഖ പരമ്പരയുടെ 4-ാം പതിപ്പിൽ ഷാൻ കല്ലുങ്കുത്ര മുഖ്യാതിഥിയായി. റിവൈൽഡ് പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പസിൽ ജൈവ കൃഷി തുടങ്ങാൻ നേതൃത്വം നൽകിയ അദ്ദേഹം 2002 മുതൽ ജൈവ കൃഷിയിൽ സജീവമാണ്. ഒരു ചെടിയിൽ ഉപയോഗിക്കുന്ന രാസവളം ചെടിയിലെ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന മനുഷ്യനെ ബാധിക്കും എന്ന തിരിച്ചറിവാണ് അദ്ദേഹം ജൈവ കൃഷിയിലേക്ക് തിരിയാനുള്ള കാരണമായി പറഞ്ഞത്. ജൈവ കൃഷി എന്നാൽ പ്രകൃതിയെ മുഴുവൻ ജൈവിക മാർഗത്തിലൂടെ സംരക്ഷിക്കലാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ജൈവ കൃഷി ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ വിവരങ്ങളും പങ്കുവച്ചു. സിനിമകൾ വഹിക്കുന്ന ഇമോഷനുകളെ അർഹിക്കുന്ന രീതിയിൽ പുനരാവിഷ്കരിക്കാൻ ശ്രമിക്കാറുണ്ടെന്ന് സംവിധായകൻ ജയരാജ്. സിനിമാ ജീവിതവും സിനിമാ സങ്കല്പവും പങ്കുവച്ച് സംവിധായകനും CMS കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയുമായ ജയരാജ്. CMS കോളേജിലെ പ്രീ ഡിഗ്രി കാലവും രസകരമായ ഓർമ്മകളും സിനിമാ ജീവിതത്തിലെ നാൾ വഴികളും പ്രിൻസിപ്പൽ വർഗീസ് ജോഷുവായുമുള്ള ഡയലക്ടോസ് അഭിമുഖത്തിൽ അദ്ദേഹം പങ്കുവച്ചു. ജോണി വാക്കറിൽ നിന്ന് ദേശാടനത്തിലേക്കും ഒറ്റാലിൽ നിന്ന് വീരത്തിലേക്കുമുള്ള സംവിധാന ശൈലീ വൈവിധ്യം പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള ധൈര്യമാണ്. പുസ്തകങ്ങളും വായനയും ഏകാന്തതയും ഇഷ്ടപ്പെടുന്ന തന്നെ ചെറുപ്പത്തിലെ സ്വാധീനിച്ച വ്യക്തിയാണ് MT. സംവിധായകൻ എന്ന നിലയിൽ ഭരതനാണ് തന്റെ ഗുരു. വ്യത്യസ്തങ്ങളായ ഭാവങ്ങളും യഥാർത്ഥ ജീവിതത്തിന്റെ തുറന്ന കാഴ്ചയുമാണ് തന്റെ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നതെന്നും സിനിമകൾ വഹിക്കുന്ന വികാരങ്ങൾ അർഹിക്കുന്ന രീതിയിൽ പുനരാവിഷ്കരിക്കാൻ ശ്രമിക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. O2E ജേണിയിൽ പ്രിൻസിപ്പൽ വർഗീസ് ജോഷുവായും.
അബുദാബി പാരീഷ് O2E ജേണി എന്ന ഓൺലൈൻ സംഭാഷണ പരമ്പര ആരംഭിച്ചു. മന്ത്രി സജി ചെറിയാനോടൊപ്പം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷുവയും പരമ്പരയിൽ സംസാരിച്ചു. ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി ഇൻഡക്ഷൻ പ്രോഗ്രാം. CMS കോളേജ് ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി 5 ദിവസം നീണ്ടുനിന്ന ഇൻഡക്ഷൻ പ്രോഗ്രാം നടത്തി. IQACയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി പ്രവാസി ഭാരതീയ പുരസ്കാര ജേതാവും ബെയ്ലി മെഡൽ ജേതാവും CMS കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ മോഹൻ തോമസ് പകലോമറ്റം ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷുവ അധ്യക്ഷത വഹിച്ചു. PG പ്രവേശന നടപടികൾ ആരംഭിച്ചു. 2021-2023 അധ്യയന വർഷത്തിലേക്കുള്ള PG റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അഡ്മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വിവരങ്ങൾക്കായി CMS കോളേജ് വെബ്സൈറ്റ് സന്ദർശിക്കുക. CMS കോളേജ് വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷം രൂപയുടെ 2 സ്കോളർഷിപ്പുകൾ. CMS കോളേജിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷം രൂപ വീതം സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു. ബെയ്ലി മെഡൽ ജേതാവും പ്രവാസി ഭാരതീയ പുരസ്കാര ജേതാവും CMS കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ മോഹൻ തോമസ് പകലോമറ്റമാണ് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചത്. അദ്ദേഹം ചെയർമാനായിട്ടുള്ള സെർവ് പീപ്പിൾ ഫൗണ്ടേഷനാണ് സ്കോളർഷിപ്പ് തുക സ്പോൺസർ ചെയ്യുന്നത്. സയൻസ്, ആർട്സ് വിഭാഗങ്ങളിൽ നിന്ന് ഓരോ വിദ്യാർത്ഥികൾക്കാണ് പഠന മികവിന്റെ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പ് ലഭിക്കുക. വെബിനാർ പരമ്പര ആരംഭിച്ചു. CMS കോളേജും ചേർത്തല SN കോളേജും സംയുക്തമായി ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇന്ത്യൻ എക്കണോമി ഇൻ ദ ആഫ്റ്റർമാത്ത് ഓഫ് COVID-19 പാൻഡമിക് എന്ന വിഷയത്തിൽ വെബിനാർ സംഘടിപ്പിച്ചു. ഡൽഹി IIT ഹ്യൂമാനിറ്റീസ് സാമൂഹിക ശാസ്ത്ര വിഭാഗം പ്രൊഫസറായ ഡോക്ടർ ജയൻ ജോസ് തോമസ് നേതൃത്വം നൽകി. CMS കോളേജ് അധ്യാപകൻ ഷവാസ് ഷെരീഫ് P, SN കോളേജ് അധ്യാപകൻ നിതീഷ് കുമാർ PK എന്നിവർ കോഓർഡിനേറ്റർമാരായിരുന്നു. സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം നടത്തി. CII ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോജിസ്റ്റിക്സിന്റെ നേതൃത്വത്തിൽ കണ്ടംപററി IT ടെക്നോളജീസ് ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ എന്ന വിഷയത്തിൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം നടത്തി. 90 ദിവസം നീണ്ടുനിന്ന പ്രോഗ്രാമിൽ CMS കോളേജിലെ വിദ്യാർത്ഥികൾക്കായി സ്പെഷ്യൽ ഓറിയന്റേഷൻ ക്ലാസുകളും നടത്തി. CII സ്കൂൾ ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് അമിറ്റി യൂണിവേഴ്സിറ്റി നോയിഡ BPS ഡയറക്ടർ ഡോക്ടർ അമിത കുമാർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി. ദേശീയ വെബിനാർ സംഘടിപ്പിച്ച ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം. CMS കോളേജ് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം ദേശീയ പോഷക മാസത്തോടനുബന്ധിച്ച് പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് അനീമിയ ഇൻ ഇന്ത്യൻ ഇഷ്യൂസ് ആൻഡ് വേ ഫോർവേഡ് എന്ന വിഷയത്തിൽ വെബിനാർ സംഘടിപ്പിച്ചു. ശാസ്ത്ര ഉപദേഷ്ടാവും ICMR ടാസ്ക് ഫോഴ്സ് പ്രൊജക്ട് ഫോർ അനീമിയ റിഡക്ഷൻ ICMR NIN ഹൈദരാബാദ് പ്രൊജക്ട് മാനേജറുമായ ഡോക്ടർ ലിറ്റിൽ ഫ്ലവർ അഗസ്റ്റിൻ വെബിനാറിന് നേതൃത്വം നൽകി. പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. 1ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെയും 2ാം സെമസ്റ്റർ ബിരുദാനന്തര ബിരുദ പരീക്ഷകളുടെയും പുതുക്കിയ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. 2021 ഒക്ടോബർ 11 പരീക്ഷകൾ ആരംഭിക്കും. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആരംഭിച്ചു. CMS കോളേജ് പ്ലേസ്മെന്റ് സെൽ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ സാധ്യതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിന് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ആരംഭിച്ചു. വിജയത്തിളക്കത്തിൽ വിദ്യാർത്ഥികൾ. 2ാം വർഷ ബിരുദ ഗണിതശാസ്ത്ര വിദ്യാർത്ഥിയായ വർഷ ഷിബു ഇന്റർ കോളേജ് ഹൈക്കു മത്സരത്തിൽ 1ാം സ്ഥാനം നേടി. അന്താരാഷ്ട്ര സമാധാന ദിനത്തോടനുബന്ധിച്ച് പാമ്പാടി KG കോളേജ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗമാണ് മത്സരം നടത്തിയത്. ലോക സാക്ഷരതാ ദിനത്തോടനുബന്ധിച്ച് ശ്രീശങ്കരാചാര്യ വിദ്യാപീഠം കോളേജിലെ കൊമേഴ്സ് വിഭാഗം നടത്തിയ സംസ്ഥാനതല ഉപന്യാസ മത്സരത്തിൽ 3ാം വർഷ മലയാള ബിരുദ വിദ്യാർത്ഥി അനിരുദ്ധ് B 2ാം സ്ഥാനം കരസ്ഥമാക്കി. വന്യജീവി വാരാഘോഷം സംസ്ഥാന തലത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. CMS കോളേജ് ജീവശാസ്ത്ര വിഭാഗം വന്യജീവി വാരാഘോഷം ഫോണ സിൽവസ്റ്റർ ഒക്ടോബർ 2 മുതൽ 8 വരെ നടത്തുന്നു. വനങ്ങളും ഉപജീവന മാർഗങ്ങളും ആളുകളെയും ഗ്രഹങ്ങളെയും നിലനിർത്തുക എന്ന വിഷയത്തിലൂന്നി വിവിധ തരം മത്സരങ്ങളും ആഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്നു. ഉപന്യാസ രചന, പ്രശ്നോത്തരി, പെൻസിൽ ഡ്രോയിങ്, ഫോട്ടോഗ്രഫി, പോസ്റ്റർ ഡിസൈനിങ്, കൊളാഷ് തുടങ്ങിയവയാണ് മത്സര ഇനങ്ങൾ. വന്യജീവികളും സഹവാസവും വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം എന്നതാണ് ഉപന്യാസ വിഷയം. പ്രശ്നോത്തരി ഗൂഗിൾ ഫോം വഴിയാണ് നടത്തുന്നത്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും നിലനിർത്തുക എന്ന വിഷയത്തിൽ പോസ്റ്റർ ഡിസൈനിങ്, പ്രകൃതി എന്ന വിഷയത്തിൽ ഫോട്ടോ കോണ്ടസ്റ്റ്, വന്യജീവി സമ്പത്ത് എന്ന വിഷയത്തിൽ പെൻസിൽ ഡ്രോയിങ്, വനവും ഭംഗിയും എന്ന വിഷയത്തിൽ കൊളാഷ് നിർമ്മാണവും നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 7034 0204 66 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സ്വപ്ന പദ്ധതികളുടെ സുവർണ സാഫല്യത്തിൽ NSS. നവജാത ശിശുക്കൾക്ക് ടർക്കികളും കുട്ടിയുടുപ്പുകളും സമ്മാനിച്ച് NSS യൂണിറ്റ്. സ്വപ്ന പദ്ധതിയായ താലോലം കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി ഉദ്ഘാടനം ചെയ്തു.
കോട്ടയം ജനറൽ ആശുപത്രിയിൽ ജനിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. NSS സ്ഥാപിത ദിനമായ സെപ്റ്റംബർ 24-ന് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് പദ്ധതി ആരംഭിച്ചത്. ആദ്യഘട്ടം കോതമംഗലം സ്വദേശികളായ ജെയിൻ നീനു ദമ്പതികളാണ് സ്പോൺസർ ചെയ്തത്. പ്രിൻസിപ്പൽ വർഗീസ് സി ജോഷ്വ അധ്യക്ഷത വഹിച്ചു. ജനറൽ ആശുപത്രി RMO ഡോക്ടർ AR ഭാഗ്യശ്രീ, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ അമൃത റീനു എബ്രഹാം, ഡോക്ടർ അജീഷ് KR, NSS വോളണ്ടിയർ സെക്രട്ടറിമാരായ മേഘ മെറിൻ റെജി, അമൽ ജെ, ലീഡർമാരായ മിശ്രിയ മുഹമ്മദ്, ആരോമൽ മഹേഷ് തുടങ്ങിയവരും വോളണ്ടിയർമാരും ചടങ്ങിൽ പങ്കെടുത്തു. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി NSS യൂണിറ്റ് പ്രതിനിധികൾ കല്ലറ പഞ്ചായത്തിലെ 12-ാം വാർഡിലെ ഇടയാടി പാടശേഖരത്തിൽ ജൈവ നെൽകൃഷിക്ക് തുടക്കം കുറിച്ചു. KS സുഗുണൻ ആറ്റുംപുറത്തിന്റെ നേതൃത്വത്തിലാണ് 1.5 ഏക്കർ പാടശേഖരത്തിൽ നെൽകൃഷി ചെയ്യുന്നത്. പദ്ധതിയുടെ ഭാഗമായി യൂണിറ്റ് കല്ലറയിൽ ജൈവ പച്ചക്കറി കൃഷിയും ആരംഭിച്ചിട്ടുണ്ട്. നെൽകൃഷിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടുങ്കൽ, പ്രിൻസിപ്പൽ വർഗീസ് സി ജോഷ്വ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയി കോട്ടായിൽ, കൃഷി ഓഫീസർ ജോസഫ് ജെഫ്രി, കർഷകരായ KS സുഗുണൻ, K ചെല്ലപ്പൻ കുന്നുംപുറത്ത് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. യൂണിറ്റിന്റെ സമൃദ്ധി പ്രൊജക്ടിന്റെ ഭാഗമായുള്ള കൈത്താങ്ങ് പദ്ധതിയുടെ 2ാം ഘട്ടം പൂർത്തിയാക്കി. നിർധരരായ വീട്ടമ്മമാർക്ക് സൗജന്യമായി മുട്ടക്കോഴികളെ വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. 25 വീട്ടമ്മമാർക്ക് 100 കോഴിക്കുഞ്ഞുങ്ങളെയാണ് 2ാം ഘട്ടത്തിൽ വിതരണം ചെയ്തത്. പോഷകാഹാര വാരാചരണത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 7 വരെ സ്റ്റാറ്റസ് മാർച്ച്, ക്വിസ് മത്സരം, അവയർനെസ് വീഡിയോ, ഹെൽത്തി റെസിപ്പി തുടങ്ങിയവ നിരവധി പരിപാടികൾക്ക് NSS നേതൃത്വം നൽകി. ക്വിസ് മത്സര വിജയികൾക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. യൂണിറ്റ് സംഘടിപ്പിച്ച ബ്ലാങ്കറ്റ് ഓഫ് വാം പദ്ധതിയുടെ ഭാഗമായി വൈസ്മെൻ ഇന്റർനാഷണൽ കോട്ടയം വെസ്റ്റും ആർദ്രത ഫെല്ലോഷിപ്പുമായി സംയുക്തമായി പൊങ്ങലക്കരി ഗ്രാമത്തിലെ വയോജനങ്ങൾക്ക് പുതപ്പുകൾ വിതരണം ചെയ്തു. ഒപ്പം പ്രൊജക്ടിന്റെ ഭാഗമായി സൂയിസൈഡ് പ്രിവെൻഷൻ അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. വിപാസന ഫൗണ്ടർ ഡയറക്ടർ ഡോക്ടർ സിബി തരകൻ നയിച്ച വെബിനാർ വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു. ബ്രിഡ്ജ് പ്രൊജക്ടിന്റെ ഭാഗമായി ഒരു വിദ്യാർത്ഥിക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള സഹായം NSS എത്തിച്ചു. ഓസോൺ ദിനാചരണത്തോടനുബന്ധിച്ച് വോളണ്ടിയർമാരുടെ വീടുകളിൽ വൃക്ഷത്തൈകൾ നട്ടു. കല്ലറ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ജോസഫ് ജെഫ്രി M നയിച്ച കൃഷിപാഠം പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടുങ്കൽ ഉദ്ഘാടനം ചെയ്തു. കർഷകരായ EG പ്രകാശൻ ഇടങ്ങാറുവള്ളിയിൽ, KT സുഗുണൻ കുന്നുംപുറത്ത്, ശ്യാം മോഹൻ കോമളവിലാസം എന്നിവർ തങ്ങളുടെ കൃഷി അനുഭവങ്ങൾ പങ്കുവച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള NSS ദേശീയ അവാർഡ് ജേതാവും കണ്ണൂർ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിയുമായ ഷിനിത് പാട്യം NSS ദിനത്തിൽ എൻ്റെ NSS ജീവിതം എന്ന വിഷയത്തിൽ വെബിനാർ നയിച്ചു. NSS യൂണിറ്റും സാമൂഹിക വനവൽക്കരണ വിഭാഗവും സംയോജിച്ച് പൊങ്ങലകരി ഗ്രാമത്തിൽ കണ്ടൽ വനവൽക്കരണ യജ്ഞം പദ്ധതി ആരംഭിച്ചു. ഫോറസ്റ്റ് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഡോക്ടർ G പ്രസാദ്, കുമരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ധന്യ സാബു എന്നിവരുടെ സാന്നിധ്യത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷ്വ കണ്ടൽ മരം നട്ട് യജ്ഞത്തിൽ തുടക്കം കുറിച്ചു. അങ്കണവാടി ശുചീകരണവും ഫലവൃക്ഷത്തോട്ട നിർമ്മാണവും നടത്തി NSS. പള്ളിക്കവല അങ്കണവാടിയുടെ പരിസരമാണ് വൃത്തിയാക്കി ഫലവൃക്ഷത്തോട്ട നിർമ്മാണത്തിനായി പാകപ്പെടുത്തിയത്. പരിപാടിയുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ വർഗീസ് സി ജോഷ്വയും ഐമനം പഞ്ചായത്ത് പ്രസിഡന്റ് സബിത പ്രേംജിയും ചേർന്ന് വൃക്ഷത്തൈ നട്ട് നിർവഹിച്ചു. വാർഡ് മെമ്പർ സുനിത അഭിഷേക് ചടങ്ങിൽ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി NSS പ്രതിനിധികൾ 25 തൈകൾ നട്ടുപിടിപ്പിച്ചു. ചിത്രശലഭങ്ങൾക്കായൊരു ക്യാമ്പസ്. കോളേജിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വിവിധ തരം ചിത്രശലഭങ്ങൾക്ക് ഇടമൊരുക്കുന്നു. CMS കോളേജ് പ്രകൃതി സൗഹൃദവും വിവിധ ജീവജാലങ്ങളുടെ ഭവനവുമാണെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷ്വ അഭിപ്രായപ്പെട്ടു. ക്യാമ്പസിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ പുനഃക്രമീകരിക്കുകയും ചിത്രശലഭങ്ങളെ ആകർഷിക്കാൻ പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. മുൻ അധ്യാപകൻ PT ജോൺ അന്തരിച്ചു. CMS കോളേജ് ഭൗതികശാസ്ത്ര വിഭാഗം മുൻ മേധാവി പ്രൊഫസർ PT ജോൺ നിര്യാതനായി. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ കോളേജ് അനുശോചനം രേഖപ്പെടുത്തി. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കോളേജിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. വാർത്തകൾ വായിച്ചത് ഹരിതായജ്. നന്ദി.